നല്ല ചെട്ടിനാട് സ്റ്റൈലിലുള്ള മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം, കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ വീട്ടിലെല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബുജ്ജിമ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തന്നു. ഞാനപ്പോൾ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഒരു പക്ഷേ ഇനി നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമിന് കിട്ടുമോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പാത്രമാണോ ആ പാത്രങ്ങളൊക്കെ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റൗവാണിത്. ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. മൺപാത്രവും കുക്കറും എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബീസ് ലിറ്റിൽ വേൾഡിൻ്റെ സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡ് ഉള്ളത് കൊണ്ട് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. കുറഞ്ഞ സ്റ്റോക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഈ സ്റ്റവിൽ കുക്ക് ചെയ്ത് തന്നെ കാണിച്ചു തരികയാണ്. വളരെ ഈസിയാണ് അതിൽ കുക്ക് ചെയ്യാനായിട്ട്. ചൂട് ഇത്ര വലിയ പാത്രം വെച്ചിട്ട് തന്നെ നല്ലപോലെ ചൂടാവുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് മഷ്റൂം ബിരിയാണി ആയി കിട്ടി. അപ്പോൾ നല്ല ചെട്ടിനാട് സ്റ്റൈല് മഷ്റൂം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം സ്പൈസസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി നല്ല മഷി പോലെ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് സവാള, തക്കാളി നീളത്തിലരിഞ്ഞതും മല്ലിയില, പുതിനയില അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് വീട്ടിലരച്ച ബിരിയാണി പൊടിയാണ്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മഷ്റൂം ചേർക്കുക. മഷ്റൂം പെട്ടെന്ന് തന്നെ വേഗം. അരമണിക്കൂറെങ്കിലും അരി കുതിർത്ത് വെക്കാൻ മറക്കരുത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കറക്റ്റ് ആണ്. വെള്ളവും അരിയും ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ചെട്ടിനാട് സ്റ്റൈല് മഷ്റൂം ബിരിയാണി റെഡിയായി.